കൊല്ലം ആശ്രമ മൈതാനിയിലാണ്. ആവേശം ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. കൊല്ലത്തിന് ഇത് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എന്തായാലും മത്സരത്തിൻ്റെ വലിയ ആവേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആളുകൾ ഈ ഒരു കലോത്സവത്തിൽ അവർക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ മുൻപ് കലോത്സവത്തിന് പങ്കെടുത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും. നമുക്ക് ഒന്ന് അവരുടെ അടുത്തേക്ക് പോകാം. കൊല്ലം ഇത്ര ഓണായിട്ടിരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രിയിലും ഇത്ര ഓണായിട്ട് ഫുൾ പവറായിട്ട് നിൽക്കാനുള്ള കാരണം ഇതുപോലുള്ള ഫാമിലി ആയതുകൊണ്ടാണ് അല്ലേ. ഇതിവിടെ ഫുൾ ഓണായിട്ട് ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചി പേരെന്താ? ലക്ഷ്മി, ദിവ്യ, ഷൈജു, അപർണ, ഗണേഷ്. ഒരാൾ ബാക്കിൽ പോയി ഷീജ. ചേച്ചി കുറച്ച് ഇൻട്രോവേർട്ട് ആണോ? നമ്മുടെ ക്ലബിന്റെ മാരത്തോൺ ഓട്ടക്കാരിയാണ്. അശോക് ചേട്ടാ, എങ്ങനെയുണ്ട്? നമ്മുടെ ആശ്രമ മൈതാനം ഭയങ്കര ഓണായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ തന്നെ ഭയങ്കര ആളും ഭയങ്കര കൂട്ടവും ഭയങ്കര ജനങ്ങളൊക്കെ ആയി. എങ്ങനെയുണ്ട്? പെർഫോമൻസ് കാണാൻ വന്നാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ മൈതാനം എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. കാര്യം ഇവിടെ എപ്പോഴും ഇതിനൊക്കെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് അതിനേക്കാളും ഒക്കെ ഭയങ്കരമായിപ്പോയി. ഞങ്ങൾക്ക് ഇവിടെ കൊല്ലത്തൊരു പൂരമുണ്ട്. ആ പൂരത്തിനാണ് ഇത്രയും ആൾ വരാറ്. പക്ഷേ ഇതിപ്പോൾ അതിനേക്കാളും ഭയങ്കര ലെവലായിപ്പോയി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ ഫുൾ ടൈം ലൈവാണ് നിൽക്കുക. ഭയങ്കരമായിട്ട് നമുക്കത് പൂരത്തിനേക്കാളും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു പക്ഷേ എറണാകുളത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര ആൾ വരാൻ സാധ്യത. ഇത് കൊല്ലത്തിന്റെ മാത്രം സ്വകാര്യമായിട്ട് അഹങ്കരിക്കാവുന്ന ഒരു കാര്യമാണോ? എന്നാലും കൊല്ലം മികച്ച തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ പറ്റിയ നല്ലൊരു മൈതാനമാണ്. ഇവിടെ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ഓടാനും നടക്കാനും ഒക്കെ വരുന്നവരുണ്ട്. ഒരുപാട് പേര് ആശ്രമ മൈതാനത്ത് ഇതിനൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് കലാപ്രതിഭകളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പം യുവത്വം കാത്തു സൂക്ഷിക്കാനും എല്ലാവരും ഇവിടെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ നടക്കാൻ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. ചിലർ ഫോണിലായിരിക്കും, ചിലവർ ഈ പറയുന്ന പോലെ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ കുടുംബമായിട്ട് വൈകുന്നേരം നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്നു. ഒരു 6 മണിക്ക് അല്ലേ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ ഇന്ന് നമുക്ക് കുട്ടികളുടെ പെർഫോമൻസ് കാണാമെന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല മൈതാനത്ത് വരുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈതാനത്ത് ഒത്തുകൂടുന്നവരാ. ഞങ്ങളിവിടെ ഒരു വാക്കേഴ്സ് ക്ലബ്ബുണ്ട്, റണ്ണേഴ്സ് ക്ലബ്ബുണ്ട്. ജസ്റ്റ് മൂവ് എന്നാണ് ക്ലബിൻ്റെ പേര്. ഞങ്ങൾ ആ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ മൈതാനത്ത് വരുന്നവരാ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങൾ വൈകുന്നേരം വരാറുണ്ട്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു എക്സ്ട്രാ ബോണസാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സംഭവം. ഓക്കെ, എന്തായാലും നിത്യ സന്ദർശകർക്ക് ഒരു വലിയ ബോണസ് അല്ലേ? ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളോട് പങ്കുചേർന്നതിന് ഒരുപാട് നന്ദി. എന്തായാലും ഇനിയും 8 ദിവസം ഉണ്ടല്ലോ, ഇനി 8-ാം തീയതി വരെ ഉണ്ട്. എന്തായാലും ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇവരുടെ വലിയൊരു സപ്പോർട്ട് കാണാൻ പറ്റും. താങ്ക് യു. മത്സരാർത്ഥികളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഒരാളും കൂടി പരിചയപ്പെട്ടു. അതായത് ഈ സമയമായിട്ടും ഒരുപാട് ആളുകൾ, അതായത് നമ്മുടെ പ്രോഗ്രാം കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പുറത്തുനിന്ന്. ആ കൂട്ടത്തിൽ വന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ മകനോ മകളോ ആരും ബന്ധത്തിലുള്ള ആരും പെർഫോം ചെയ്യുന്നില്ല. പക്ഷേ കലയോടുള്ള ഭയങ്കരമായിട്ടുള്ള താല്പര്യം കൊണ്ട് വന്നതാണ് അല്ലേ? കലയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ മത്സരം? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ, പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ മൊത്തത്തിലുള്ള സംഘാടനം വളരെ നല്ല രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ രാത്രിയാണ്, കൊല്ലത്തിന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഒപ്പനയുടെ മാഷുണ്ട്, ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. പേരെന്ന് പറഞ്ഞേ? നിദ സജാദ്. നിദ സജാദിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടായല്ലോ? എല്ലാവരും എന്താ പറഞ്ഞത്? എന്താണ്? ട്രിവാൻഡ്രം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രിവാൻഡ്രം ന്യൂസ് നിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നിതയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. എവിടെ പോയേക്കായിരുന്നു? ആദ്യം ചോദിക്കട്ടെ. ഉമ്മായി തപ്പിപ്പോയതാ. ഉമ്മേനെ തപ്പിപ്പോയതാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഓക്കെ, തകർത്തു. ആശാനെ, നമ്മുടെ പിള്ളേര് അടിപൊളിയായിരുന്നു. എ ഗ്രേഡ് ഉറപ്പാണ്. എങ്ങനെയുണ്ട്? സാറ് പറയട്ടെ. സാറാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ഗംഭീരമാക്കി അല്ലേ? ഗംഭീരമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ സാറായിരിക്കും. സാർ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞേ? പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? മത്സരം പൊതുവെ നല്ല ടൈറ്റ് മത്സരമായിരുന്നു. അതിൽ ഇത്രയും സബ് കഴിഞ്ഞ് ജില്ല കഴിഞ്ഞ് ഇവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. മക്കൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പൊതുവെ രാത്രി കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. തീർച്ചയായും ഇന്നലെ രാത്രി 12:30 വരെ മൈലാഞ്ചിലും പ്രാക്ടീസാണ് സ്കൂളിൽ വെച്ചിട്ട്. നമ്മുടെ സ്കൂളുകാരെ, മാനേജ്മെന്റ്, ടീച്ചേഴ്സ് പക്ക സപ്പോർട്ടാണ്, പാരൻസ് അടക്കം. അടിപൊളിയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു നോക്കി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സാർ പൊളിയാണ്.
ഇതല്ലേ സാറ്? ഓക്കെ, ഈ സാർ അടിപൊളിയാണ്, സാർ തന്നെ പറഞ്ഞു. മത്സരം എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല ടൈറ്റ് കോമ്പിനേഷൻ. സബ് ജില്ല കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കൂടി മീൻസ് അവിടുത്തെ ഒരു മത്സരമല്ല, ആ ഒരു ഒഴുക്കായിരിക്കില്ല. ഇവിടെ വരുമ്പോൾ ഒരുപാട് ടീമുകളുണ്ടാവും, ഒരുപാട് പേരായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. നമ്മൾ കുറച്ചും കൂടി എഫേർട്ട്, ഒരു പടി മുകളിൽ എഫേർട്ട് ഇട്ടാലേ നമുക്ക് എ ഗ്രേഡ് സമ്മാനം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കറക്റ്റ് പൊങ്ങിയപ്പോഴത്തേക്കിന് നോക്കിയപ്പോ ഫുൾ ആൾക്കാരായിരുന്നു. അതങ്ങനെയാണല്ലോ, കറക്റ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ വരും. സബ് ജില്ലയിലും ജില്ലയിലെക്കാട്ടും നല്ല ആൾക്കാരുണ്ടായിരുന്നു. കൊല്ലം പൊളിയാണ് അല്ലേ? ആ, അടിപൊളിയാണ്. നിങ്ങൾ കൊല്ലമല്ലേ? കൊല്ലം ജില്ലയല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. എന്റെ ദൈവം, ഇത് എല്ലാവരും അടിപൊളി. ഓക്കെ, അടിപൊളിയല്ല എന്നൊരു വാക്ക് നമ്മുടെ മണവാട്ടി പറയാൻ പോണു. മണവാട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ജനങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരും ഇവിടെ കൂടി വന്ന് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഭയങ്കര സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഒപ്പന സാറ്, കണ്ണൻ സാർ, ഇവരെ പേരൻസ്, ഇവരെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്ന്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. രാത്രിയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ വീഡിയോയിൽ പലതവണ പറയുന്നുണ്ട് കൊല്ലത്തിന് ഉറക്കമില്ലാത്തതാണ്. പക്ഷേ ഇത്രയും സപ്പോർട്ട്, ഇത്രയും ഒരു വലിയ ജനാവലി, അത് ചെറിയ കാര്യമല്ല അല്ലേ? കാരണം ഈ സമയമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഇത്ര ഒരു ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ഈ ഒരു സപ്പോർട്ട് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാരും പോവും. ഞങ്ങളുടെ പെർഫോമൻസ് കാണാൻ ആരും കാണത്തില്ലെന്ന് വിചാരിച്ചു. കട്ടൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് മൊത്തം കുഴയുവാണ്, വിശക്കുന്നു. ഞങ്ങള് രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. തീ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ടീം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു, അടിപൊളിയായിട്ട്. കാരണം ഞാൻ കണ്ടു, ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന പെർഫോമൻസ് നിങ്ങളുടെ പെർഫോമൻസ് ആണ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ. അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഇതുവരെ സബ് ജില്ലയിൽ നിന്ന് കണ്ട പെർഫോമൻസിൽ ആദ്യമായിട്ടാണ് ഒരു ഗംഭീര പെർഫോമൻസ് കാണുന്നത്. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ പിള്ളേർക്ക് നല്ലൊരു കാര്യം കൊടുത്തേ. എനിക്കറിയാം കൊല്ലത്തിന്റെ എനർജി ഇതല്ല എന്നുള്ളത്. ഒരു നല്ലൊരു കാര്യം കൊടുത്തു, ഒരു ഗംഭീര പടക്കപ്പെടുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മൾ ഇവരുടെ ആവേശം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ തന്നെ എ ഗ്രേഡ് വാങ്ങാനാണ് സാധ്യത. എന്തായാലും വാങ്ങട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇവരുടെ ഒരു കോഡുണ്ട്, ആ കോഡ് എന്താണെന്ന് ഇവർ കാണിച്ചു തരും. കമോൺ. അപ്പൊ ആ ദഫ്മുട്ടിന്റെ മത്സരാർത്ഥികളാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഇൻട്രോ എന്നോണം ചെറിയൊരു സാധനം ഒന്ന് കേൾപ്പിക്കാമോ? അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു ഇന്റർവ്യൂ വെച്ച് ഒരു പൂ ചോദിച്ചു, ഒരു പൂക്കാലം തന്നു. എന്തായാലും താങ്ക് യു. അപ്പൊ ഇതാണ് ഇവരുടെ മാഷ് മിഥുൻ അല്ലേ? മിഥുൻ കൊല്ലമാണ്. എങ്ങനെയുണ്ടായിരുന്നു മാഷെ? നമ്മുടെ സ്റ്റുഡൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ചൊരു പെർഫോമൻസ്, അതായത് ഈ കൊല്ലം ഇവർ കളിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയൊരു പെർഫോമൻസ് തന്നെയാണ് ഇവർ സ്റ്റേജിൽ കാഴ്ചവെച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. കുട്ടികൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു. അതിന് ബലം ആ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. അവര് എനിക്ക് തോന്നുന്നു അത്രയും ഭയങ്കര ചടുലമായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ബാക്കിൽ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പറഞ്ഞോളൂ. പിന്നെ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാട്ടുകാരനായാലും ശരി, ബാക്കി ക്രൂമേറ്റ്സ് ആയാലും ശരി, അവർ രാത്രി ഇപ്പം ഇന്നലെ കൂടി രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ടീം ഇവിടെ വന്നിരിക്കുന്നത്. അത്രത്തോളം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്. അവരുടെ മാഷായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം. ഓക്കെ, നമ്മൾ പാട്ടുകാരൻ്റെ കാര്യം പറഞ്ഞത് ഇതാണ് പാട്ടുകാരൻ. ബ്രോ എന്താണ് പേരെന്താണ്? അജ്മൽ. ഓക്കെ, അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരമാണ്, ദഫ്മുട്ട് മത്സരമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ കുഴപ്പമില്ല. എല്ലാവരും പറയുന്നൊരു വാക്ക് ഭയങ്കര ടഫായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതായത് എന്താ പറയുക, കലോത്സവത്തിന് വന്നപ്പോൾ ഒരുപാട് ടീമുള്ളത് കൊണ്ട് ഭയങ്കര ടഫായിരുന്നു പറഞ്ഞു. ഭയങ്കര ടഫായിട്ട് അനുഭവപ്പെട്ടോ? നമ്മൾ കുറേ കളികളൊന്നും കണ്ടിട്ടില്ല. പിന്നെ എല്ലാ ജില്ലയിലും തെരഞ്ഞെടുത്ത ഒരു ടീമാണ് വന്ന് മത്സരിക്കുന്നത്. അത് അതിൻ്റെ ഒരു ഇത് കാണും. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൊത്തം ടീമിന്റെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ പൊളിച്ച്
ഓക്കെ, എന്തായാലും മാഷെ, അപ്പോൾ എന്തായാലും മിഥുൻ മാഷും കുട്ടികളും ഭയങ്കര ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ആവേശം ഒട്ടും തന്നെ കുറയണ്ട. നമുക്ക് ആവേശത്തിനനുസരിച്ചുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിജയം തന്നെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും താങ്ക് യു.